പിടിച്ച് ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങാം. അയ്യടാ, എങ്ങനെ എങ്ങനെ നമുക്കേ രണ്ടുപേർക്കും ഈ റൂമിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാന്ന്. കൊല്ലും ഞാൻ. തുളസിമോളെ, അങ്ങളായിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? മോളെ, മാമനാ. ആ മാമന. അച്ഛൻ തുളസി, ഇനി എന്ത് ചെയ്യും? മോളെ, വാതിൽ ഓർക്ക് മോളെ. മോളെ, നീ ഇങ്ങോട്ട് പോവാ. അച്ഛൻ ഇങ്ങോട്ട് വന്ന പ്രശ്നമാ. എവിടെങ്കിലും പോയി. എവിടെ പോയിരിക്കാനാ? എവിടെങ്കിലും പോ. എവിടെയാണ് വിളിക്കുന്നത്? പിന്നെ ഞാൻ എവിടെ പോവാ? എവിടെങ്കിലും പോയിക്ക്. എവിടെങ്കിലും പോ. അയ്യോ, ഇത് എവിടെ കയറുന്നു? അങ്ങോട്ട് പോ. തുളസിമോളെ. മാമനായിരുന്നോ? അതെ, മോള് ഉറങ്ങിയായിരുന്നു. മാമൻ എന്താ ഈ നേരത്ത്? നിന്നെ കാണുമെന്ന് തോന്നി. എന്താ മാമ? അത് സോറി പറയാൻ വന്ന. സോറിയോ? എന്തിന്? ഞാൻ നിന്നെ വേദനിപ്പിച്ചേനെ. അതിന് എനിക്ക് വേദനിച്ചില്ലല്ലോ. നീ അതേ പറയുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്റെ മനസ്സ് അപ്പോഴത്തെ ദേഷ്യത്തിലെ ഞാൻ മറ്റെല്ലാം മറന്നുപോയി. എന്നെ ശാസിക്കാനും ഉപദേശിക്കാനും തല്ലാനും ഉള്ള അധികാരം മാമനുണ്ടല്ലോ. ദുർഗാമ്മ, അവള് നിനക്ക് അമ്മ തന്നെ. അതല്ലെങ്കിൽ നിന്റെ അമ്മയുടെ പ്രായമുള്ള ഒരാൾ. അങ്ങനെ ഒരാളെ മോള് ധിക്കരിക്കുന്നത് കണ്ടപ്പോ. അവരൊരിക്കലും ഒരു മകളുടെ സ്ഥാനം എനിക്ക് തന്നിട്ടില്ലല്ലോ മാമ. പക്ഷെ മാമൻ നിന്നെ മാത്രമേ ഓർത്തുള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് കാണുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. ഇനിയിപ്പോ ബഹുമാനിച്ചില്ലെങ്കിലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അവരുടെ ശാപം എന്റെ മോൾക്കുണ്ടാവരുത്. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നാ ഞാനിത് പറയുന്നത്. എന്റെ മോൾക്ക് ആരുടെയും ശാപം ഉണ്ടാവരുത്. അത് ദുർഗയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ല ഞാൻ നിന്നെ തല്ലിയത്. ആരുടെയും ശാപവാക്കളെ എന്റെ തുളസിമോളുടെ മേല് വീഴരുതെന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ടാ. ആ സമയത്ത് ഞാൻ നിന്നെ തല്ലിയിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ദുർഗമ്മ നിന്നെ ശപിച്ചേനെ. അതൊരിക്കലും ഉണ്ടാവരുത്. മനസ്സ് വിഷമിച്ച് ഒരു നോട്ടം പോലും നിന്റെ നേർക്ക് ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. ഈ നാട് മുഴുവൻ എന്റെ തുളസിമോളെ കുറിച്ച് നാട് മുഴുവൻ നന്മ മാത്രം പറയുമ്പോ എന്തിനാ ദുർഗാമ്മയിൽ നിന്ന് ശാപം വാങ്ങുന്നത്? മാമ, ഞാൻ മാമനല്ല, അച്ഛൻ. അച്ഛനോ? ഒരച്ഛന്റെ സ്വാതന്ത്ര്യ ഞാനെടുത്തത്. അത് തെറ്റായിപ്പോയെങ്കിൽ നീ ക്ഷമിക്കേ. ക്ഷമിക്കാൻ മാത്രം മാമൻ എന്നോടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിര് വിട്ടപ്പോ എന്നെ അനുസരണ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അത് മറ്റാരും അല്ലല്ലോ. മാമന്റെ സ്ഥാനത്ത് എന്റെ അച്ഛനപ്പ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അച്ഛനും ഇത് തന്നെ ചെയ്തേനെ.
ഇല്ല, ജയനൊരിക്കലും നിന്നെ അടിക്കില്ല, വേദനിപ്പിക്കൂല. കാരണം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീ എന്റെയും ദുർഗയുടെ മകളാണല്ലോ എന്നുള്ള ചിന്തയുണ്ടാവും. എന്നെ സംബന്ധിച്ച് അങ്ങനൊരു ചിന്തയില്ല. ഒരച്ഛന് മകളോടെടുക്കാവുന്ന എല്ലാ സ്വാതന്ത്ര്യവും എനിക്കെടുക്കാം. എന്നെ തല്ലിയതോർത്ത് മാമ വിഷമിക്കണ്ട. അത് എന്നെ ചിന്തിച്ചുറക്കം കളയും വേണ്ട. ഞാനതൊക്കെ എപ്പോഴേ മറന്നു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അല്ല, നിന്റെ ഉറക്കം ഞാൻ കളഞ്ഞല്ലേ? ഏയ്, എന്നാ നീ കിടന്നോ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു മാമ. ആഹാ, എന്നാ നീ കിടക്ക്. നീ ഉറങ്ങിയിട്ടേ ഈ മാവൻ പോകുന്നുള്ളൂ. കിടന്നോ. എന്തേ? അത് കിടക്കടി, കിടന്നുറങ്ങിക്കോ. മാമ പോയിക്കോളൂ. എനിക്ക് വാതിലടച്ച് കുറ്റിയിട്ടാലേ ഉറക്കം വരുള്ളൂ. ഓ, അങ്ങനെയാണോ? എന്നാ ശരി. ഗുഡ് നൈറ്റ്. നിന്നെ കൈയോട് പിടിച്ച് മാമനെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തിരുന്നേ? പാവമല്ലേന്ന് കരുതി. അതെ, എനിക്കൊരു സംശയം. എന്താടാ? ACP കൃഷ്ണപ്രസാദേ ശരിക്കും എന്റെ അച്ഛനാണോ അതോ നിന്റെ അച്ഛനാണോ? കുറച്ചു ദിവസമായിട്ട് എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. ഇപ്പൊ തന്നെ മാമൻ പറഞ്ഞു, നീ കേട്ടില്ലേ? ഒരച്ഛന്റെ അധികാരമാണ് മാമൻ എന്നോട് കാണിച്ചെന്ന്. എടീ, എന്റെ അച്ഛൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. പക്ഷേ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ. ഒരു മിസ്റ്റേക്കും ഇല്ല, ഞാൻ നിന്നെ ചൂടാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞത്. അതെ, എനിക്ക് ഉറങ്ങണം. നീ പോ നോക്ക്. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പോവാം. പോരാ, വേഗം പോയിക്കോ. മാമൻ പോയിട്ടില്ലെന്നറിയാലോ. ഇനി ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ മാമനെ വിളിക്കും. ഞാൻ പോയിക്കോളാം. എന്നാ പെട്ടെന്ന് പോ. പോ. പോട്ടെ. പോവാൻ പോ. പ്രസാദേട്ടാ, പ്രസാദേട്ടാ, പ്രസാദേട്ട, പ്രസാദേട്ടാ, പ്രസാദേട്ടൻ ഇതെവിടെ പോയി? ആദിയുടെ റൂമിൽ കാണുമോ? പ്രസാദേട്ടാ, ആദി,
ആദി, രണ്ടുപേരെയും കാണുന്നില്ലല്ലോ. ഈ രാത്രിയിൽ അവരെവിടെ പോയതാ? എന്നാലും രണ്ടുപേരും എന്നോട് പറയാതെ പോവോ? പ്രസാദേട്ടാ, ആദി, എവിടെ പോയതായിരിക്കും? രണ്ടുപേരും സിനിമയ്ക്ക് പോയതായിരിക്കും. പ്രസാദേട്ടൻ ഇത് എവിടെ പോയതായിരുന്നു? ഞാൻ ഒന്ന് പുറത്തുപോയി. പുറത്തോ? ഈ നേരത്തോ? എന്തിന്? എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് നിന്ന്. ഈ നേരത്തെ എന്താ ആവശ്യം? പ്രസാദേട്ടാ, കളിക്കാത്ത കാര്യം പറ. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടാ പോയത്? രണ്ടുപേരോ? പിന്നല്ലാതെ. ആദിയും പ്രസാദേട്ടനും കൂടെ എവിടെയാ പോയത്? പറ. അവനെവിടെ? ഓ, എന്നെ കണ്ട് പേടിച്ച് അകത്തോട്ട് വരാതിരിക്കുന്നതായിരിക്കും. താൻ എന്താ ഈ പറയുന്നത്? ആദി ഇവിടെ ഇല്ലേ? അവൻ പ്രസാദേട്ടന്റെ കൂടെ വന്നിട്ടില്ലേ? ഇല്ല. പ്രസാദേട്ടാ, വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കരുത്. എടോ, ആദി എവിടെ? അവൻ എന്താ പറ്റിയത്? നിങ്ങൾ എങ്ങോട്ടാ അവനെ കൊണ്ടുപോയേ? എടോ, ഞാൻ അവനെ എവിടെയും കൊണ്ടുപോയിട്ടില്ല. എനിക്കറിയില്ല അവൻ എവിടെ പോയെന്ന്. എടോ, സത്യം, അവൻ റൂമിലില്ലേ? ഇല്ല. പ്രസാദേട്ടനെ കാണാത്തപ്പോ ഞാൻ ആദ്യം വിളിച്ച് കാര്യം പറയാൻ പോയതാ. അവിടെ ചെന്നപ്പോ അവനും അവിടെ ഇല്ല. നിങ്ങൾ അച്ഛനും മോനും കൂടെ എന്നെ വിടിയാക്കാൻ നോക്കുകയാണോ? ഒന്ന് സത്യം പറ പ്രസാദേട്ട, ആദ്യം എവിടെ? എന്റെ പൊന്നു ദുർഗ, താനിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ ടെൻഷൻ അടിക്കുന്നതാണോ? ആദ്യം അവന്റെ റൂമിലില്ല. താൻ അവനൊന്ന് ഫോൺ ചെയ്ത് നോക്കി. അവനും പ്രസാദേട്ടനെ പോലെ ഫോൺ എടുക്കാതെയാണ് പോയതെങ്കിലോ? പ്രസാദേട്ടന് അറിയാം ആദ്യം എവിടെയാണെന്ന്. നിങ്ങളാ എന്റെ മോനെ എവിടെയൊക്കെ കൊണ്ടുപോയത്. എനിക്കറിയണം എന്റെ മോൻ എവിടെ. എന്താ ചെയ്തേ അവനെ? എന്റെ പൊന്നു ദുർഗ, എനിക്കറിയില്ല. അവനെ ഞാൻ കണ്ടിട്ടില്ല. അവൻ എന്റെ കൂടെ എവിടേക്കും വന്നിട്ടുമില്ല. ഞാൻ അവന്റെ കൂടെ എവിടേക്കും പോയിട്ടുമില്ല. എടോ, തന്നോട് പറയാതെ ഞാൻ അവനെ എവിടേക്കെങ്കിലും കൊണ്ടുപോകും. എന്റെ മോൻ പിന്നെ എവിടെ? നിങ്ങളെ ഒരുമിച്ചാണല്ലോ കാണാതായത്. ഇവനിതിപ്പോ എവിടെ? ആദ്യം പ്രസാദേട്ടൻ എവിടെയാ പോയതെന്ന് പറ. ഞാൻ ഒന്നും ഒളിക്കാൻ നോക്കണ്ട. ഞാൻ ഉറങ്ങിക്കിടന്ന സമയം നോക്കി നിങ്ങൾ എവിടേക്കാ പോയത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദുർഗ. പുറത്തു പോയതായിരുന്നു അല്ലേ? അതെ, പുറത്തു പോയതാണെന്നേ പുറത്തുനിന്ന് വന്നപ്പോ എനിക്ക് മനസ്സിലായി. പുറത്തെവിടെ, എന്തിനു പോയി, അതാ എനിക്കറിയേണ്ടത്. ഞാനേ ആദ്യം അവിടെ ഉണ്ടോ നോക്കിട്ട് വരാം. നീ എവിടെ പോയതായിരുന്നു? അച്ഛാ, നിങ്ങളാരും ഉറങ്ങിയില്ലേ? ഞാൻ ആദ്യം ചോദിച്ചതിനുള്ള മറുപടി പറ. നിങ്ങൾ അച്ഛനും മോനും ചേർന്ന് എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. എവിടെയായിരുന്നു രണ്ടുപേരും പോയത്? സത്യം പറയുന്നതാ നല്ലത്. എടോ, ഞങ്ങൾ ഒരുമിച്ചല്ല പോയത്. എങ്കി പറ, എന്തിനാ പുറത്തു പോയതെന്ന് പറ. ഞാനൊന്ന് നടക്കാൻ പോയതായിരുന്നു. നടക്കാനോ? ഈ സമയത്തോ? അതെ. പ്രസാദേട്ടാ, തമാശ പറയരുത്. എടോ, അല്ലാതെ ഞാൻ എവിടെ പോവാനാ? അതി, നീ പറ, നീ എവിടെയാ പോയത്? ഞാനും നടക്കാൻ പോയതാ. ഈ സമയത്ത് നടക്കാൻ നല്ല രസാ അല്ലേ അച്ഛാ? ശരി അച്ഛാ. അച്ഛനെ കണ്ടിട്ടാണല്ലോ മക്കള് പഠിക്കുക. അതുകൊണ്ടല്ലേ അവനോടൊരു വാക്ക് പോലും ചോദിക്കാൻ പറ്റാത്ത വിധം വായ അടഞ്ഞുപോയത്.
ഞാൻ അവനോട് ചോദിക്കാം. അതെ അതെ. ആദ്യം അവനോടത് ചോദിക്കാനുള്ള അർഹതയുണ്ടോന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. ഇത്രയും സമയം ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടി പറയാനില്ലേ? അതെ, ഞാൻ നടന്നതിന്റെ എന്ന് തോന്നുന്നു. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. നമുക്ക് നാളെ സംസാരിക്കാം. മോളെ തുളസി, മോളെ തുളസി. ഞാൻ എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. ഇത്രയും നാൾ നിങ്ങൾ എന്നെ എന്റെ അച്ഛനിൽ നിന്നും അകറ്റി. ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത്. ഒരിക്കലും നിങ്ങളോട് ഞാനിതിന് ക്ഷമിക്കില്ല. മോളെ മോളെ അച്ഛാ, എന്റെ സ്നേഹം നഷ്ടാവൂന്ന് ആരാ പറഞ്ഞേ? എന്തിനെങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ ഒരിക്കലും എന്റെ അച്ഛനമ്മയെ വിട്ട് ഒരിടത്തും പോവില്ല. എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെടാൻ വയ്യ. എനിക്കൊരിക്കലും അത് ആലോചിക്കാൻ പോലും വയ്യ. ചേട്ടാ, നമ്മുടെ മോളെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ സ്വപ്നം കണ്ടു. അവള് നമ്മളെ ഉപേക്ഷിച്ചു പോയിന്ന്. സ്വപ്നല്ലേ ചേട്ടാ? സ്വപ്നത്തിലാണെങ്കിലും എനിക്കത് സങ്കല്പിക്കാൻ പോലും വയ്യ. ഞാൻ വളർത്തിയ എന്റെ കുട്ടിയല്ലേ ഇത്, എന്റെ പൊന്നുമോള്. ഒരച്ഛന്റെ ഏറ്റവും വലിയ സൗഭാഗ്യവും മക്കള്. എനിക്ക് നമ്മുടെ തുളസിമോളെ നഷ്ടപ്പെടാൻ വയ്യ. അമ്മമാര് മക്കളെ വയറ്റി ചുമക്കുമ്പോ അച്ഛന്മാര് മക്കളെ മനസ്സിലാ ചുമക്കുന്നത്. അത് 10 മാസമല്ല, ജീവിതകാലം മുഴുവനുമാ. എനിക്ക് തുളസിമോളും അങ്ങനെയാ. പ്രസയുടെയും ദുർഗേച്ചിയുടെയും മകളാണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ എന്റെ മോളായിട്ടേ കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ഇനിയും കാണാനൊക്കൂ. എന്റെ മോള്
നമ്മുടെ മാത്രം മോള്. അവളെ നഷ്ടപ്പെടാതെ നോക്കണം. പ്രിയേ, നമുക്കൊപ്പം നമ്മുടെ തുളസി മോളും ഉണ്ടാവണം. ഉണ്ടാകും ചേട്ട. നമ്മുടെ മക്കളെ നഷ്ടമാവാതിരിക്കാനല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ശ്രമവും അതിനു വേണ്ടിയല്ല ചേട്ട.